ഹവറി ഫ്രണ്ട്സ്, റൈനോ വ്ളോഗ്സ് എന്ന യൂട്യൂബ് ചാനലിൽ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ബാല തമിഴ്നാട്ടിൽ നിന്ന് വന്ന് നമ്മുടെ മലയാളികൾക്കെന്നും പ്രിയങ്കരനായിരുന്ന നടൻ സുന്ദരൻ. ഇദ്ദേഹത്തിൻ്റെ അഭിനയിക്കുമ്പോൾ തന്നെ ഇയാളൊരു മലയാളിയാണെന്ന് നമ്മൾ അറിയാതെ ഓർത്തുപോയിരുന്നു. പിന്നീടാണ് ഈ ഐഡിയ സ്റ്റാർ സിംഗർ അമൃത സുരേഷുമായിട്ടുള്ള വിവാഹം നമ്മൾ കണ്ടത്. അമൃത സുരേഷുമായിട്ടുള്ള വിവാഹം എന്ന് പറഞ്ഞാൽ അമൃതയൊക്കെ ഐഡിയ സ്റ്റാർ സിംഗറിലൊക്കെ ഭയങ്കരമായിട്ട് ഫേവറേറ്റ് കൂട്ടിയത്. ഇടയ്ക്ക് വെച്ച് എലിമിനേഷൻ ഔട്ടായി പോയെങ്കിലും ബാലേനെ കല്യാണം കഴിച്ചുപോയി. ബാലയുടെ വിവാഹം നടക്കുന്ന സമയത്തൊക്കെ എനിക്ക് പ്രത്യേകിച്ച് തോന്നിയ മറ്റേ ഈ ധ്രുവം എന്ന് പറഞ്ഞകത്ത് മമ്മൂട്ടിയുടെ ഒരു സിനിമയില്ല ധ്രുവം, അതിനകത്തൊരു പാട്ടില്ലേ, എന്നെ തളിർവെറ്റിലയുണ്ടോ വരദക്ഷിണ വയ്ക്കാൻ ഒരു പിടി അവലിൻ, അതിലൊരു വരി പോലെ ആ ഒരു സിനിമ നായിക പോലെ ആ ഒരു കഥാപാത്രത്തെ പോലെ തന്നെയായിരുന്നു ഈ അമൃതയുടെ ജീവിതവും. അതായത് ഒരു സാധാരണ രീതിയിൽ ഒരു സിനിമ നടനെ വിവാഹം കഴിക്കുക എന്നുള്ള രീതി ഒരു ഭാഗ്യമായിട്ട് നമ്മളെല്ലാവരും കരുതിയിരുന്നു. പിന്നീടാണ് ഒരു ഡൈവോഴ്സായത്. ഓക്കെ, കല്യാണം കഴിഞ്ഞ് ഡൈവോഴ്സായി, പക്ഷേ കിടന്ന് ഈ പ്രശ്നങ്ങൾ പിന്നീട് ആരംഭിക്കുന്നു. പിന്നെ ഈ ഡൈവോഴ്സിനെ കുറിച്ച് പിന്നെയും തന്നെ ഒരു ദമ്പതികൾ ഡൈവോഴ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ മുൻകാല കുറ്റങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് കിടക്കാൻ പാടില്ല, അതിൽ ഓവറായിട്ട് പറയാൻ പാടില്ല. പക്ഷെ എന്നാലും ബാല ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അത് അവിടെ നിന്ന് ഇങ്ങോട്ട് കൂട്ടും, പരസ്പരം അങ്ങോട്ട് കൂട്ടും. അത് വിട്ട് കഴിഞ്ഞാണ് പല രീതിയിൽ ഡൈവോഴ്സായി. എന്നിട്ട് പല രീതികളിൽ ഈ ബാല വന്ന് ഇൻ്റർവ്യൂവിൽ തന്നെ ഇങ്ങനെ കുറേ നേരം അമൃതയുടെ കുറ്റങ്ങൾ പറയാൻ തുടങ്ങി. അവർ തിരിച്ചും അങ്ങനെ തന്നെ പറയാൻ തുടങ്ങി. തിരിച്ചും ഇങ്ങനെ സഹി കെട്ട് വന്നപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ഓരോ കഥകളായിട്ട് നമ്മൾ അമൃതയിൽ നിന്ന് കേട്ടത്. ചിലർക്ക് അത് കണ്ടപ്പോൾ ഒട്ടും വിശ്വസിക്കാനുമായില്ല. അങ്ങനെ വിശ്വസിക്കാനാവാതെ വന്നിരുന്ന് ബാല ഇടയ്ക്ക് രണ്ടാമത് വിവാഹം കഴിച്ചത്. അത് കുറേ നാളിങ്ങനെ പോയി കഴിഞ്ഞ് അതെന്തോ ഡൈവോഴ്സായി. എന്നിരുന്നിട്ടും അതേ ഡൈവോഴ്സായതുകൊണ്ട് എന്താണെന്ന് നമുക്കൊന്നും പിരിഞ്ഞ വാർത്തയൊന്നും കണ്ടില്ല. പിന്നീട് മൂന്നാമതൊരു വിവാഹം കഴിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇവർ ഡൈവോഴ്സ് ആയിട്ടില്ല ഡൈവോഴ്സ് ആയിട്ട് ശേഷം അവിടെ വിവാഹം കഴിക്കാൻ പോകും. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്നാൽ വേർപ്പെടുത്തിയിട്ടില്ല. പക്ഷെ എന്നിരുന്നിട്ടും എന്നിട്ട് ഈ പുള്ളി വീണ്ടും പുതിയ ഭാര്യയോട് കോകിലയെ മൊത്തം ഒരു ഇൻ്റർവ്യൂവിൽ ചെന്ന് ഈ എലിസബത്തിനെ കുറ്റം പറയാൻ തുടങ്ങി. കാരണം എലിസബത്ത് ഒതുങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉപേക്ഷിച്ചു ഒതുങ്ങി ഒന്നും മിണ്ടാ തൻ്റെ ജോലി നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആൾ തുടർന്ന് ഇങ്ങനെ പറഞ്ഞതിന് ശേഷം എലിസബത്തിൻ്റെ യൂട്യൂബ് ചാനൽ വീഡിയോയിൽ കമൻറ്റിനടിയിൽ വന്ന് കസ്തൂരി എന്ന് പറയുന്ന ഒരു ഫേക്ക് അക്കൗണ്ടാണെന്ന് അറിയില്ല, ഈ തുടരെ ബാലയുടെ അതിനെക്കുറിച്ച് എലിസബത്തിനെ കുറിച്ച് മോശം പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ബാലയ്ക്ക് എതിരെ പുള്ളിക്കാരത്തി വീഡിയോ ഇടാൻ തുടങ്ങിയത്. അപ്പോൾ ഈ വീഡിയോ ഇട്ട് അധികമായി നല്ല ട്രോമയിലും ബാലയുടെ നല്ല ക്രൂരതയൊക്കെ ഇരയായിട്ടുണ്ടെന്ന് ആ ഒരു വീഡിയോസ് തന്നെ ഇടുമ്പോൾ തന്നെ അറിയാം തീർച്ചയായിട്ടും. പിന്നെ അവരുടെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ വീഡിയോ ഞാൻ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും മിക്കവാറും. ഈ വീഡിയോയിൽ അവരെ ഇങ്ങോട്ട് ഓണസദ്യ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓണസദ്യ ഉപയോഗിക്കുന്നത് വായിലേക്ക് വാരി വെച്ച് കൊടുക്കുന്നത് നമുക്ക് കൈ പിടിച്ച് തിരിച്ച് ആ എലിസബത്തിൻ്റെ വായിലേക്ക് വയ്ക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ തന്നെ അയാളുടെ ഒരു സൈക്കോത്തരം നമ്മൾ ശ്രദ്ധിച്ചതാണ്. പലരും പല എലിസബത്ത് പേടി കൊണ്ട് മറച്ചു വെച്ചാണ്. എന്നാലും എലിസബത്ത് ഇപ്പോൾ ധൈര്യമായിട്ട് വീഡിയോകളൊക്കെ ചെയ്യുന്നുണ്ട് പേടിച്ചിട്ട്. എന്നാൽ ധൈര്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല, എന്നാലും മുഖമൊന്നും കാണിക്കാതെ ആ ഒരു പിക്ചർ ഇട്ടാണ് വീഡിയോസുകളൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഇങ്ങനെ വീഡിയോസ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ കോകില രംഗത്ത് വന്നു. അതായത് തൻ്റെ ഭർത്താവ് ഇതിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു തെളിവായിട്ട് വരും, എലിസബത്ത് മുന്നിൽ ഡോക്ടറെ കല്യാണം കഴിച്ചിട്ടുണ്ട്, വേറെ മരുന്ന് കഴിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് വീണ്ടും വന്നു. അത് കഴിഞ്ഞപ്പോൾ ഇൻഫ്ലുവൻസേഴ്സൊക്കെ എല്ലാം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെല്ലാവരും ഇതിനടുത്ത് റിയാക്ട് ചെയ്ത് തുടങ്ങി. അപ്പോൾ റിയാക്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ ബാലയായിട്ട് അവസാനം ഒരു കേസ് കൊണ്ടുപോയി കൊടുത്തു. ആ കേസ് കൊണ്ടുപോയി കൊടുത്തിട്ടുള്ള പ്രധാന കാര്യങ്ങളൊക്കെ നമുക്ക് പറയണമെന്ന് കേൾക്കാം. இது ஒரு சீரீஸ் மாதிரி போகுதுப்பா, வெப் சீரீஸ் இல்லை, എപ്പിസോഡാ. ഞാൻ யாரை കുറിച്ച് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വെബ് സീരീസ് മാതിരി എപ്പിസോഡ് ആരാ അതിന് തുടക്കം ഇട്ടേ? നിങ്ങൾ തന്നെയല്ലേ തുടക്കം ഇട്ടത്. സീസൺ 1 ആയിരുന്നു അമൃത. ഡൈവോഴ്സ് ആയതിനു ശേഷം ഓരോ ചാനൽ എലിസബത്തിൻ്റെ സൈഡിൽ ഇരുത്തിക്കൊണ്ട് അങ്ങ് കുറ്റം പറയലും അങ്ങോട്ട്. അവരുടെ ലൈഫാണ് മറ്റേതാണ് മറിച്ചാണ്. എലിസബത്ത് ഇപ്പോൾ അമൃത പോയപ്പോൾ കഴിഞ്ഞപ്പോൾ എലിസബത്താണ് ഇപ്പോൾ സീസൺ 2 ഇറങ്ങിയിട്ടുള്ളത്. അതായത് പുതിയ കോകിലയോടൊപ്പം താങ്കളുടെ വൈഫോട്. ഈ സീസൺ 3-ക്കുള്ളൊരു തുടക്കം വൈകാതെ കാണുന്നുണ്ട്. അതിന് ബാക്കി കേൾക്കട്ടെ. ഇപ്പം എങ്ങനെ ഇവിടെ ഇത്ര ചാനൽ ഇവിടെ ഉണ്ട്, മനസ്സ് നൊന്ത് പോയി, മനസ്സ് വേദനയുടെ ഒരു ചോദ്യം ചോദിക്കട്ടെ.
ഞാൻ റേപ്പ് ചെയ്യുന്ന ആളാ, ഒരു സ്ത്രീയെ റേപ്പ് ചെയ്യുന്ന ആളാ. 1.5 വർഷം 2 വർഷം റേപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കും ഒരു സ്ത്രീയെ. ഒരു പ്രാവശ്യം ചെയ്താലല്ലേ റേപ്പ്, പിന്നെയും പിന്നെയും റേപ്പ് ചെയ്താൽ അതെങ്ങനെ റേപ്പാവും? മനസ്സ് നൊന്ത് തന്നെ താങ്കൾ പറഞ്ഞല്ലോ, മനസ്സ് നൊന്തങ്ങ് ചോദിക്കുകയാണല്ലോ. താങ്കളെ പോലെ തന്നെ മനസ്സ് നൊന്തല്ലടൂ അമൃതയും എലിസബത്തും വന്ന് ഈ പറയണത്. സ്വന്തം ചോര തന്നെ മനസ്സ് വന്നിട്ട് പേടിച്ച് ഇഷ്ടം വെറുത്തു പോയില്ലേ താങ്കളെ? വെറുക്കുകയാണെന്ന് ലോകത്ത് വെറുക്കുകയാണെന്ന് പറഞ്ഞില്ല. സ്വന്തം മോള് തന്നെ വെറുക്കുകയാണ്, ഇത്ര തൻ്റെ അച്ഛനെ വെറുക്കുകയാണെന്ന് പറഞ്ഞാൽ താങ്കൾ എത്രമാത്രം ക്രൂരനായിരിക്കും. ഇനി താങ്കൾ പറഞ്ഞു ഒരു പ്രാവശ്യം ചെയ്താൽ മാത്രമല്ലേ റേപ്പ്, തുടരെ ചെയ്താൽ 1 വർഷം ചെയ്താൽ റേപ്പ് ആവുമെന്നുള്ളത്. അതെ, ഒരു പ്രാവശ്യം ചെയ്താൽ അല്ല റേപ്പ്. തുടരെ ഇങ്ങനെ പീഡനങ്ങളും നിറയെ സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഒന്നെങ്കിൽ വീട്ടിൽ തടങ്കിൽ തട്ടിക്കൊണ്ടുപോയി വീട്ടിൽ നിരന്തരം പീഡിപ്പിച്ച വാർത്തകൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. പിന്നെ രണ്ടാമതാണ് നഗ്ന ചിത്രങ്ങൾ ഫോട്ടോ എടുത്ത് അത് കാട്ടി ഭീഷണിപ്പെടുത്തി നിരന്തരം പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് അവർക്ക് താല്പര്യമുള്ളതുകൊണ്ട് ചെയ്യേണ്ട, അല്ലെങ്കിൽ പേടിച്ചും മറ്റും തൻ്റെ രീതി പോയാലോ, തൻ്റെ മാനം പോലോ എന്നോർത്ത് പേടിച്ച് താല്പര്യമില്ലാതെ ഇംഗിതത്തിന് വഴങ്ങി കൊടുക്കേണ്ട ഗതികേടുള്ള ഒരുപാട് പെൺകുട്ടികളുണ്ട്. പീഡന കേസുകൾ അങ്ങനെ, മിക്ക പീഡന കേസുകളും അങ്ങനെ തന്നെയാണ്. ഒരുവിധം പീഡന കേസുകളൊക്കെ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. ആ പുറകെ ഇങ്ങനെ അങ്ങാണ്ട് വക്കീലാണെന്ന് തോന്നുന്നു. ഈ തൻ്റെ വക്കീലൊന്നും പറഞ്ഞു തന്നില്ലേ, ഒരു പ്രാവശ്യം ചെയ്താൽ മാത്രമല്ല റേപ്പ്. ഈ പെൺകുട്ടിയെ നഗ്നേത്രം കാട്ടി ഭീഷണിപ്പെടുത്തി നിരന്തരമായി പീഡിപ്പിച്ചു. അത് ചെറുപ്പം തൊട്ടേ പീഡിപ്പിച്ചുകൊണ്ട് വന്നിരുന്നു. അങ്ങനെ ഒരുപാട് കേസുകൾ ഉണ്ട്. അല്ല, ഒരു പ്രാവശ്യം ചെയ്താൽ അല്ല റേപ്പ്. ഇല്ലെങ്കിലും വിവരമുള്ള ആരെങ്കിലും പറഞ്ഞു കൊടുക്കും. പിന്നെ ഞാൻ റേപ്പിസ്റ്റാണ്, ഞാൻ പൊട്ടനാണ്. അതുതന്നെ എനിക്കിപ്പോൾ പറയാനുള്ളത്. പൊട്ടൻ തന്നെയാണെന്ന് തോന്നുന്നു. അത് പൊട്ടൻ തന്നെയാണ്. ഇപ്പോൾ പറഞ്ഞതിൽ തന്നെ മനസ്സിലായി പൊട്ടൻ തന്നെയാണ്. ഇനി അടുത്ത ഇതൊന്ന് കേൾക്കട്ടെ. ഞാൻ ഒരു ലിവർ ട്രാൻസ്പ്ലാന്റഡ് പേഷ്യൻ്റ്, എല്ലാവർക്കും അറിയാം. ലിവർ ട്രാൻസ്പ്ലാന്റഡ് പേഷ്യൻറ്റ് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴാണ് വന്നത്, ഓപ്പറേഷൻ ടൈമിലാണ് വന്നത്. അതിന് മുമ്പ് എവിടെയായിരുന്നു അത് ആർക്കും അറിയില്ല. എലിസബത്ത് എവിടെ ഉണ്ടായിരുന്നു ആർക്കും അറിയില്ല. എന്തൊക്കെ ഹറാസ്മെൻറ്റ്. ഇപ്പോൾ 1.5 വർഷം കഴിഞ്ഞിട്ട് ഇപ്പം ഏൻ വന്ന് പറയണം ഇത്രയും നാൾ എലിസബത്ത് എവിടെ ഉണ്ടായിരുന്നു? 1.5 കൊല്ലം. ഇത് വലിയ തെളിവല്ലേ? ശരി, അറിയാം, നിങ്ങൾ ലിവർ പേഷ്യൻ്റൊക്കെയാണെന്ന് നല്ലപോലെ അറിയാം. താങ്കൾ കരൾ മാറ്റി വെച്ചതാണെന്നൊക്കെ അറിയാം. എങ്ങനെ ഈ കരൾ പോയത്? ജന്മന ഉണ്ടായ അസുഖമാണോ? എങ്ങനെ നിങ്ങൾ നല്ല ആരോഗ്യം ചുറുചുറുക്കം ഉണ്ടായിരുന്നല്ലോ. അല്ലെങ്കിൽ കുടിച്ച് പോയി. അന്നൊക്കെ തൻ്റെ കൂടെ നിന്നത് എലിസബത്ത് മാത്രമാണ്. ഉണ്ണിമുന്നൊരു വിഷയമൊക്കെ വന്നപ്പോഴും കൂടെ നിന്ന് തൻ്റെ ഒപ്പം തന്നെ താൻ നിന്നു. പിന്നെ 1.5 വർഷം എവിടെയായിരുന്നു എന്നുള്ള ചോദ്യം. 1.5 വർഷം എവിടെയായിരുന്നു? തൻ്റെ ഈ നിരന്തരമായ നിങ്ങളുടെ ഉപദ്രവം കാരണം ആ പാവം എങ്ങനെയോ ഞങ്ങൾക്ക് പിരിഞ്ഞു പോയതായിരുന്നു. നിങ്ങൾ പിന്നെ ഇട്ടിട്ട് ഈ ഓൺലൈനിൽ പോയി ഇൻ്റർവ്യൂ ഇട്ട് കസ്തൂരി എന്ന ആളുടെ എലിസബത്തിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ അടി കമൻറ്റ് കൊണ്ടുപോയി ഇട്ട് ഇങ്ങനെ കിട്ടി. അത് സഹിക്കാൻ വയ്യാതെ പറ്റില്ല എന്ന് കണ്ടപ്പോഴാണ് അത് പ്രതികരിച്ചു തുടങ്ങിയത്. തീർച്ചയായിട്ടും ഇപ്പോഴും അത് പേടിയോടെ തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. അത് തന്നെ സംസാരിക്കുമ്പോൾ തന്നെ അത് നമുക്ക് മനസ്സിലാവും. ഒരു വീഡിയോ ഫേസ് പോലും, അമൃതയാണെങ്കിൽ ഫേസ് കാണിച്ചു വെച്ച് തൻ്റെ അടുത്തോടെ പറയുന്നു. പക്ഷെ അമൃതയുടെ അത്രയും ധൈര്യം ഈ എലിസബത്തിന് ഇല്ലാന്ന് തന്നെ ഞാൻ പറയും. കാരണം ആ ഫേസൊക്കെ വെച്ച് മറിച്ച് വീഡിയോ ഓരോ ആ ശബ്ദത്തിൽ തന്നെയുണ്ട് താങ്കൾ എത്രമാത്രം ഒരു ക്രൂരത ചെയ്തിട്ടുണ്ടെന്നുള്ളത്. എന്നിട്ട് പറയുന്നു 1.5 വർഷം എവിടെയായിരുന്നു. ചിലർക്കത് പിന്നീട് 1.5 വർഷം പിന്നീട് അത് നടന്ന സംഭവങ്ങളൊക്കെ പെട്ടെന്ന് വിവരിക്കാൻ പറ്റിയില്ല. ഒരു സാഹചര്യങ്ങൾ താനങ്ങൾ പറയാതിരുന്ന തൻ്റെ ഭീഷണി കൊണ്ടായിരുന്നു. നല്ല ഭീഷണി നിങ്ങൾ പെടുത്തിയിട്ടുണ്ട്. ഇനി ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഈ ഹേമ കമ്മിറ്റി എന്തായിരുന്നു? അതറിയാറുണ്ട് മലയാള സിനിമ വെച്ചിട്ട്. ഹേമ കമ്മിറ്റി തന്നെ മുമ്പ് വർഷങ്ങൾ നടന്ന പീഡനങ്ങളെക്കുറിച്ചുള്ള രീതിയിലാണ്. അപ്പോൾ സിനിമയിൽ പലരും അങ്ങനെ പിടിച്ചിട്ടുണ്ടല്ലോ. പലരും ഇപ്പോൾ അറസ്റ്റൊക്കെ രേഖപ്പെടുത്തി പോലീസൊക്കെ ചോദിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന. അതുപോലെ അതുപോലെ വർഷം ചിലപ്പോൾ തൻ്റെ മുൻ ഭാര്യയും താനിങ്ങനെ പീഡിപ്പിച്ചായിട്ട് പറയുന്നുണ്ട്, തല്ലുകൾ ഉപദ്രവിക്കുന്നത്. അവർ കുറേ രീതിയിൽ അവരും സഹിയിട്ട് വന്നിട്ടാണ് അവരും കേസ് കൊടുത്തത്. ഇത്രയും തനി ആരോടെ ഈ പക? തനി ഇപ്പോൾ വല്ല കല്യാണം കഴിച്ചു, മര്യാദയ്ക്ക് സെറ്റ് ചെയ്തു. ആ കല്യാണം കഴിഞ്ഞ് അമൃതയും വഴിക്ക് പോയി, എലിസബത്തും പോയി. ഇനിയുള്ള ജീവിതം നിങ്ങൾ സന്തോഷമായിട്ട് നിങ്ങളുടെ രീതിയിൽ പോയാൽ പോലെ. എന്തിനാ അവരെ കുറ്റം പറഞ്ഞും അവരൊക്കെ എല്ലാം മോശമായിട്ട് താനെല്ലാം നല്ലവൻ?
അങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ടല്ലേ ഇപ്പം ഈ ഒരു സംഭവങ്ങളൊക്കെ. താങ്കൾക്ക് ഇനി മനസ്സമാധാനം കിട്ടുമോ? കിട്ടാൻ പോകില്ല, ഒരിക്കലും കിട്ടത്തില്ല. ഇനിയുള്ള പണി വരാനിരിക്കുന്നേ ഉള്ളൂ. ഇനി അടുത്ത എന്നു പറയണേ കേൾക്കാം. உங்களோட ஹஸ்பண்ட் எவிடன்னு പറഞ്ഞ് ചോദിച്ചിരുന്നു ഒരു ഡോക്ടർ. അപ്പോൾ அதுக்கு മറുപടി എന്താ പറഞ്ഞിരുന്നത്? അത് ഒരു 2 ആഴ്ച ഉണ്ടായിരുന്നു, 3 ആഴ്ച പറഞ്ഞിരുന്നു. എൻ്റെ അറിവിൽ 2 ആഴ്ച. അപ്പോൾ ஒரு பெண்ணு இவர் டாக்டர், அந்த பையன் ஒரு மலையாளி டாக்டர். ഓക്കെ, 2 പേർ പ്രൊഫഷൻ, ഒരു ഡോക്ടറും ആക്ടറും പിരിഞ്ഞാൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് പറയാം. 2 പേരും ഡോക്ടേഴ്സ് എന്തുകൊണ്ട് 2 ആഴ്ചയിൽ സെപ്പറേറ്റ് ആയത്? അപ്പോൾ ഒരു ചോദ്യം വരുന്നില്ലേ, ജസ്റ്റിസ് താങ്കൾ എന്ത് തേങ്ങയാണ് ഈ പറയുന്നത്? എൻ്റെ ഹസ്ബൻഡ് അവർ മുമ്പ് താങ്കൾ എലിസബത്തുമായിട്ട് മുൻപ് ഇൻ്റർവ്യൂ നടന്നിട്ടുണ്ട്. അത് ഈ കല്യാണം കഴിഞ്ഞ ശേഷം ഒരുപാട് യൂട്യൂബ് ചാനൽ ഇൻ്റർവ്യൂ. അന്നൊന്നും താങ്കളോ എലിസബത്തോ ഇത് മുമ്പ് ഭർത്താവ് ഉണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. അത് പ്രസക്തമില്ല, അത് നിങ്ങളുടെ രഹസ്യമായിരിക്കും പറഞ്ഞത്. എന്ന് കഴിഞ്ഞാലും ഡോക്ടർ അണ്ടർസ്റ്റാൻഡ്, ഡോക്ടറും ആക്ടറും പിരിഞ്ഞ മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഡോക്ടറും പിരിഞ്ഞ അണ്ടർസ്റ്റാൻഡിങ്. അതെന്ത് 2 ആഴ്ച കൊണ്ട് പിരിഞ്ഞു? ഡോക്ടറും കല്യാണം കഴിച്ചാൽ ഡൈവേഴ്സ് ആകുമ്പോഴല്ലേ? ഈ ഡോക്ടറും ആക്ടറും തമ്മിൽ ഡൈവേഴ്സായി കുഴപ്പമില്ല, ഡോക്ടറും പെട്ടെന്ന് പിരിഞ്ഞു. എന്തുകൊണ്ട് പിരിഞ്ഞു? എന്ത് വിചാരിച്ചു പിരിഞ്ഞു? ചുമ്മാ ഇരുന്ന് ഈ ഇല്ലാക്കഥയും നുണക്കഥയൊക്കെ ഇങ്ങനെ അടിച്ചിറക്കണതിൻ്റെതാണ്. ഇനി ബാക്കി കേൾക്കാം. ஒரு ചോദ്യം വരുന്നില്ലേ, ജസ്റ്റിസ് ഫോർ എലിസബത്തിൻ്റെ ജസ്റ്റിസ് ഫോർ മെയിൽ ഡോക്ടർ ഞാൻ சொன்னால் എത്ര പേര് അംഗീകരിക്കും? അയാളുടെ ജീവിതം എന്തായെന്ന് അറിയാമോ നിങ്ങൾക്ക്? അറിയാമോ? ഒരു ഡൈവേഴ്സ് കേസിൽ എന്തൊക്കെ സംഭവിക്കണമെന്ന് അറിയാമോ? ഓരോരുത്തരുടെ ജീവിതത്തിൽ ഭയങ്കര കഷ്ടംപാ. ഇതെല്ലാം കടന്നു വന്ന് മരണത്തെ பார்த்து ഒരു ലിവർ ട്രാൻസ്പ്ലാന്റ് ആയ ശേഷം கல்யாண ജീവിതത്തിൽ இப்போ தான் நான் நிம்மதியாக சந்தோஷமாக ஒரு குடும்ப லைஃப் கொச்சி விட்டு வைக்கத்தில் போயிருக்கேன். இந்த டைமில் நான் என்னென்ன பண்ணிட்டேன்னா, പിന്നെ ജസ്റ്റിസ് ഫോർ എലിസബത്ത്, ജസ്റ്റിസ് ഫോർ മെയിൽ ഡോക്ടർ അംഗീകരിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അംഗീകരിക്കില്ല. കാരണം താങ്കൾ തന്നെ ഈ തള്ളിപ്പറിച്ചതും തള്ളിമറിച്ചിലൊക്കെ തള്ളി അങ്ങ് മറിക്കാൻ തുടങ്ങി. താങ്കളൊക്കെ വന്നാൽ അവരുടെ കേസിൽ വന്നിട്ട് ഓരോ ഇൻ്റർവ്യൂവിലും കരഞ്ഞിരുന്ന് ഭയങ്കര അഭിനയമാണ്, സിനിമയെക്കാളും നല്ലതായിട്ട് അഭിനയമാണ്. മിസ്റ്റർ ബാല, ചിലരെ പിന്നെയും പറ്റിക്കാം, മറ്റു ചിലരെ പിന്നെയും പറ്റിക്കാം. പക്ഷെ എല്ലാവരെയും എല്ലാ കാലവും പറ്റിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് താങ്കളുടെ കാര്യം. പിന്നെ ഒരു ഡൈവോഴ്സ് കേസ് പ്രതിക്ക് ഡൈവോഴ്സ് കേസുമായി പോയ ആൾക്ക് എന്ത് സംഭവിച്ചു? ആ മെയിൽ ഡോക്ടർ ആളെ കൊന്നു കളഞ്ഞൊന്നുമില്ലല്ലോ. താങ്കൾ പറഞ്ഞ പോലെ ഡൈവോഴ്സായി എന്ത് സംഭവിക്കും? ആൾ വേറെ വിവാഹം കഴിക്കും, അല്ലെങ്കിൽ മറ്റേ രീതിയിൽ അടിച്ചു കുളിച്ചു. അപ്പോൾ എന്താ അങ്ങ് വേർപിരിഞ്ഞങ്ങ് പോയി. എന്നിട്ട് ഈ പറയുന്ന ആളെ എത്ര ഡൈവോഴ്സ് ചെയ്തു? ഡൈവോഴ്സ് ചെയ്തിട്ട് വീണ്ടും കിടന്ന് മറ്റുള്ളവരെ കുറിച്ച് കുറ്റവും പറഞ്ഞ് കള്ളും കുടിച്ച് താങ്കൾ അർമാദിച്ചു. അന്ന് ലോകം മുഴുവൻ തൻ്റെ കാഴ്ചപ്പാടിലാണെന്ന് നിങ്ങൾ അഭിമാനിച്ചു. പക്ഷേ ഓർത്ത് വെച്ചോ, ലോകം മുഴുവൻ നിങ്ങളെ കാഴ്ചപ്പാടിലാണെന്ന് കൂട്ടി വയ്ക്കുമ്പോഴല്ല, കാഴ്ചപ്പാടിലെ മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുക, നല്ല പോലെ ഒളിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴാണ് നിമ്മതിയായിട്ട് വന്നു. ആരെയൊക്കെ ഒരുപാട് 2 സ്ത്രീകളുടെ കണ്ണീരുണ്ട്, ആ കൊച്ചിൻ്റെ തൻ്റെ സ്വന്തം ചോരയുടെ കണ്ണീരുണ്ട്. ഒരു കാലത്ത് പുതിയ നിമ്മതി കിട്ടില്ല, നിമ്മതി കിടക്കുമേ മാട്ടി. നീ അടുത്ത് പറ. சேரிட்டி ஒர்க்கு சத்தியமாக சொல்கிறேன். இந்த மாதம் 21ஆம் தேதி ஒரு பெண் குழந்தைக்கு ஹார்ட் ஆப்ரேஷன் கோட்டயம் காலேஜில் நான் என் செலவில் பண்ணியிருக்கேன். இல்லைன்னு പറയാൻ പറ്റുമോ? இல்லைன்னு പറയുന്ന ഒരുത്തൻ പോയി അവിടെ ചോദിക്ക്. இல்லைனா வந்து സംശയം ഉണ്ടെങ്കിൽ என் வீட்டுக்கு வா, வைக்கத்தில் நான் பில்லு காட்டுறேன். என் சொந்த காசில் நான் கொடுத்துருக்கேன். இப்போ இது என்ன ஃப்ராட் தரமா? சேரிட்டி ஃப்ராடா? நான் இப்போ குழல் பண்ண அடிக்கிறேன்னா? ഇതെല്ലാം പച്ച പോയി എത്ര അലിഗേഷൻ. ഇത് തന്നെയാണ് പുള്ളിയുടെ മെയിൻ പ്രോബ്ലം. മെയിനായിട്ട് പുള്ളിക്ക് ഇതാണ് അബദ്ധവും പറ്റുന്നത്. എന്ത് ചക്കാന്ന് പറയുമ്പോൾ വാങ്ങാന്ന് കേൾക്കും. എന്തെങ്കിലും പുള്ളി ചെയ്ത് കാര്യം പറയുമ്പോൾ പുള്ളി ചാരിറ്റി എടുത്തിടും. ചാരിറ്റി ചെയ്ത് ഞാൻ ചാരിറ്റി ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് തെറ്റല്ല, നല്ല കാര്യങ്ങളാണ്, തെറ്റല്ലാതാവുകയാണ്. ഇത് രീതിയാണ് ഇയാളുടെ. പെൺകുട്ടിക്ക് താങ്കൾ ചാരിറ്റി ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ താങ്കൾ എന്തുകൊണ്ട് ഈ തെറ്റുകളൊക്കെ മറയ്ക്കുന്നു? താങ്കളെല്ലാം ചെയ്യുന്നതെല്ലാം ശരിയാണെന്നോ? എന്തായാലും ഇയാളുടെ സ്ഥിരം പല്ലവി. അയാൾ മറ്റേ മോൺസന്റെ കേസിൽ നിന്ന് ചോദിച്ചാൽ ഭയങ്കരമായിട്ട് എലിസബത്ത് കം ഹിയർ,
ഞാൻ 240 കോടി സ്വത്തുണ്ട്, ഞാൻ 107 രജനീകാന്ത് പടത്തിൽ അഭിനയിക്കുന്നു, അതുപോലെ അതേ ടോൺ തന്നെയാണ് പുള്ളിയുടെ അതേ രീതി തന്നെയാണ് ഇപ്പോൾ കിടന്ന് കാണിക്കുന്നത്. അതിന് ഇനി ഇദ്ദേഹത്തിൻ്റെ വൈഫായ കോകിലക്കായ്ക്ക് എന്താ പറയണമെന്ന് നമുക്ക് കേൾക്കാം. எல்லாம் வந்து வர மாட்டேது. பேச கூட எனக்கு வந்து ஒரு மாதிரி இருக்கு. நீங்க எல்லாம் இப்போ நீங்க போட்டா கூட அது வந்து எப்படி சொல்றது, நெகட்டிவா தான் அவங்க பேசுவாங்க. ஒரு கமெண்ட் கூட படிக்க முடியல, பார்க்க முடியல, அவ்வளோ அசிங்கமா ரொம்ப கீழ்த்தனமா பேசுறாங்க. ஏன்னா கமெண்ட் பண்றது எல்லாமே ஒரு பொண்ணு ஒரு பையனும் தான். அவங்களுக்கு கொஞ்சம் கூட மனசாட்சியே இல்லாம ரொம்ப அசிங்கமா பேசுறாங்க. இதெல்லாம் எப்படி வந்து என்னால இது பண்ண முடியும்? കമന്റ് എത്ര തരുമെന്ന് പറയാം. അയ്യോ എന്തൊരു അഭിനയം. ബാലണ്ണ, താങ്കൾ ഇത്രയും നല്ല സിനിമ എക്സ്പീരിയൻസ് ഉള്ളതല്ലേ, 250 കോടി സ്വത്തുണ്ട്. ഏതെങ്കിലും സിനിമ സെറ്റിലോ മേക്കപ്പ് മാനോ അറിഞ്ഞ ഒരു ഗ്ലിസറിനോ സിനിമയിൽ ഉപയോഗിക്കുന്ന സാധനമില്ലേ, അടുത്ത് പൊണ്ടാട്ടിക്ക് കൊടുക്കാമായിരുന്നു. അത് കരയണോ ചിരിക്കുവാണോ എനിക്കറിയില്ല, കണ്ണീരൊന്നും വന്നില്ല. ഇതിനെ കമൻറ്റ് ചെയ്യുന്ന ഒരു പൊണ്ണും ഒരു പയ്യനും, ഒരു പയ്യൻ മാത്രമാണ് കമൻറ്റ് ചെയ്യണത്. എലിസബത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ മിക്ക മലയാളികളും തങ്ങളുടെ കള്ളത്തരം അതുപോലെ അന്വേഷിച്ചു ഉയർത്തിക്കൊണ്ട് തന്നെ മലയാളികൾ എന്നെ താഴത്തേക്ക് തന്നെ ഇട്ടു. ഇനി അക്കാവോട് എനിക്ക് சொல்ல போகிறேன். நான் உங்களை இதை பற்றி திட்டமாட்டேன். நான் ஒரு காரியமே சொல்கிறேன். உங்கள் கணவன் ரொம்ப டேஞ்சர், அபார நடிகர். அவர் கூட இருந்து நீங்கள் കബളിക്കപ്പെടുകയോ എന്തെങ്കിലും ആവട്ടെ, നിങ്ങളെ ஏமாத்த பார்க்குறா. அது இப்படி கரெக்டாக ஏமாத்த பார்க்குறா. ஆனால் எங்கே அதோ உங்களுக்கு தெரிஞ்ச விஷயம் தானோ, தெரிஞ்ச அவ குற்றம் அறிஞ்சு நீங்கள் பண்ண போகிற விஷயமானோ எனக்கு தெரியாது. ஆனால் ரெண்டாக இருந்தாலும் உங்களுக்கு ஆபத்து. ரெண்டாக இருந்தாலும் நீங்கள் இந்த ஆளை விட்டு போகுங்க. ஆனால் பெரிய ஆபத்துகள் வந்துக்கிட்டே இருக்குது. நிம்மதி இனி முதல் கிடைக்கவே മാട്ടേൻ. ഓക്കെ, ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇപ്പോൾ ഇനി ഇദ്ദേഹത്തിൻ്റെ ലീലകൾ ഇനി എന്തോ ആണോ, നാളെയൊക്കെ ആരൊക്കെ വരുമോ, പുതിയ വെളിപ്പെടുത്തലുകൾ ഓരോന്നായിട്ട് വരുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്കെതിരെ. പുള്ളിയും തിരിച്ച് തന്നെ കള്ളത്തരങ്ങൾ ഇറക്കുന്നുമുണ്ട്. എന്തൊക്കെയാവും നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ എൻ്റെ വീഡിയോ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട്. എന്നാലും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.